വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മത്തങ്ങ ഒഴിച്ചുകറിയുടേതാണ്. എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മത്തങ്ങ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മത്തൻ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു കഷ്ണം മത്തൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ ഉപ്പും 5 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മത്തൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മത്തങ്ങ ദിവസവും കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഇനി നമുക്ക് മത്തങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ അളവിൽ ജീരകവും 1 ചെറിയ പീസ് വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മത്തനെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് തീ ലോ ഫ്ലെയിമിൽ വെക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കറി ഒരുപാട് തിളച്ച് പോകരുത്, അതിൻ്റെ ടേസ്റ്റ് ഇല്ലാതാകും. ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കടുക് വറുത്തത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്.